ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിന് നമുക്ക് ബർഫിന്നോ അല്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റെന്നോ ഹൽവാന്നോ അല്ലെങ്കിൽ മിഠായിന്നോ എങ്ങനെ വേണമെങ്കിലും പറയാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടാവും. ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യം തന്നെ ഞാൻ ഇതുപോലൊരു ട്രേ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഉരുക്കിയതാണ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ചെയ്ത് വെച്ചേക്കണം. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എങ്കിലേ നമുക്ക് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടുള്ളൂ. അടുത്തതായി ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടത് തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം ഇതുപോലെ വലിയൊരു ഗ്ലാസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാവെള്ളത്തിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ തേങ്ങാവെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച് വരുന്ന സമയത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് 200 ml ആണ്. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ വെള്ളമൊന്നുമല്ല, 2 തേങ്ങയുടെ വെള്ളമാണ്. 1 മിനിറ്റ് നേരം വരേക്കും ഇതുപോലെ നന്നായിട്ട് തിളപ്പിക്കണം. പിന്നെ ഇത് ഒരു നൂൽപ്പരുവൊന്നും ആവാൻ നിൽക്കേണ്ട. അതിന് മുന്നേ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം ഞാനിത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേ പാൻ തന്നെ വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ 2 പീസ് ബട്ടറാണ്. മെൽറ്റ് ആയിട്ടിരിക്കുന്ന ബട്ടർ ആണെന്നുണ്ടെങ്കിൽ 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നെയ്യുണ്ട് എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ട് നെയ്യായിരിക്കും നല്ലത്. ഞാൻ നെയ്യ് ഇല്ലാത്തതുകൊണ്ടാണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള തേങ്ങയുടെ അളവ് 1/2 മുറി തേങ്ങയാണ്. ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങ ചിരകിയെടുത്തതിന് ശേഷം മിക്സഡ് ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തേങ്ങ നന്നായിട്ട് പൊടിയായിട്ടിരിക്കണം, എന്നാലേ നമ്മുടെ ഈ ഒരു റെസിപ്പി നന്നായിരിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും, ഈ ഒരു തേങ്ങ ഒന്ന് മൂത്ത് വരുന്നവരേക്കും, നല്ലൊരു മണമൊക്കെ വരുന്ന സമയമാകുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അതുവരേക്കും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. നല്ല പോലെ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു നല്ല മണമൊക്കെ വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതൊരു 2 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയും തേങ്ങാവെള്ളവും ചേർത്ത് അലിയിച്ച് വെച്ചിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഞാനിതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു 1/2 മുറി തേങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാൻ ബാക്കിയെല്ലാം കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ഈ ഒരു അളവിൽ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ അളവ് തന്നെ കറക്റ്റാക്കി എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഇതുപോലെ ചെറിയൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാനില എസൻസ് തന്നെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അതിനു വേണ്ടിയാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ 1 സ്പൂൺ അളവിൽ നിറയെ അരിപ്പൊടിയാണ്. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ അരിപ്പൊടി സ്കിപ്പ് ചെയ്യരുത്. ഇതുപോലെ ചെയ്തിട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ചെയ്തിട്ടെടുക്കുന്നതിന് ഈ ഒരു 1 സ്പൂണിലുള്ള അരിപ്പൊടി തന്നെ മതി. അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കരുത്. ഇത് കറക്റ്റ് അളവാണ്. അരിപ്പൊടി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പൊക്കെ വറ്റിയതിന് ശേഷം ഇതിൻ്റെ ബട്ടറൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയം ഉണ്ടാവും. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല കട്ടിയായിട്ട് കുഴഞ്ഞു വരുന്ന ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവമൊക്കെയാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ ബട്ടർ തേച്ച് വെച്ചിരുന്ന ആ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ സെറ്റാക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാം.
ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന ആ ഒരു രീതിയിലാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചൂടോടെ തന്നെ ഇതുപോലെ ഒരു ട്രേയിലേക്ക് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ചൂടോടെ തന്നെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ നേരത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എന്തുമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളതെന്ന്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന ആ ഒരു തരത്തിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.